സുശീല എന്നൊരു ചേച്ചിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ കാണുന്നത് ഈ ഒരു ഒട്ടൽക്കാടിൻ്റെ നടുവിൽ അദ്ദേഹം ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ തൻ്റെ കുലത്തൊഴിലായ കുട്ട, വട്ടി, മുറം എന്നിവ നെയ്യുവാൻ വേണ്ടിയിട്ട് ആ ചേച്ചി ഈ ഒരു കാടിനുള്ളിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ചേച്ചിയുടെ വിദ്യാഭ്യാസമൊക്കെ കേട്ട് നമ്മൾ ഞെട്ടിപ്പോയി. അപ്പോൾ ചേച്ചിയെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഹലോ ചേച്ചി, പേര് സുശീല അല്ലേ? എൻ്റെ പേര് സുശീല. എവിടെയാണ് വീട്? വെട്ടിയാർ. വെട്ടിയാർ. വെട്ടിയാർ എവിടെയായിട്ട് വരും? വെട്ടിയാർ 8ാം വാർഡ്. 8ാം വാർഡിൽ. കല്ലിത്തുണ്ടം ജംഗ്ഷൻ. കല്ലിത്തുണ്ടം. തഴക്കര ഗ്രാമപഞ്ചായത്ത്. തഴക്കര ഗ്രാമപഞ്ചായത്തിൽ കല്ലിത്തുണ്ടം 8ാം വാർഡിലാണ് ഈ ചേച്ചിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. എന്തായിരുന്നു ചേച്ചി ഇപ്പം തിരിച്ച് ഈ ഒരു ജോലിയിലേക്ക് കയറാനുള്ള സാഹചര്യം? ജോലിയിലോട്ട് കയറാൻ സാധിക്കും. എൻ്റെ സഹോദരന് അറ്റാക്ക് വന്ന് കിടപ്പിലായിരുന്നു. പിന്നെ എനിക്ക് കുറേ പിള്ളേർ ട്യൂഷൻ ഉണ്ടായിരുന്നു. ആ ട്യൂഷൻ വരുമാനവും നിർത്തി ഈ എൻ്റെ സഹോദരനെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോകണമായിരുന്നു. പിന്നെ വീട്ടിൽ അമ്മ 92 വയസ്സുള്ളതാണ്. അമ്മയ്ക്ക് വയ്യ, പ്രായമായതാണ്. പിന്നെ എൻ്റെ മകന് ഒരു ചെറിയ ഭിന്നശേഷിയാണ്. ആങ്ങളയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ വികലാംഗൻ, ഇതൊക്കെയാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ചയും പോയി, സ്ട്രോക്ക് വന്നതാണ്. അപ്പോൾ ചേച്ചി എത്ര വർഷം കൊണ്ട് ഈ ജോലി ചെയ്യുന്നുണ്ട്? ഈ വർഷം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ 10ാം ക്ലാസ് മുതൽ എൻ്റെ അച്ഛനും അമ്മയും നെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ്. ഇറങ്ങി തിരിച്ച് ചേച്ചിക്ക് വിദ്യാഭ്യാസം എന്താണ്? എനിക്ക് MA എക്കണോമിക്സ്. ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ജോലിക്ക് ശ്രമിച്ച് ആദ്യം എന്നെ 1999 പന്തികേട് വന്ന്. അപ്പം എന്നെ ഒരാൾ സ്നേഹിച്ച് ചതിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയാളുടെ മുമ്പിൽ തന്നെ ജീവിക്കണമെന്ന് ഉള്ള ഒരു എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറേ ട്യൂഷൻ പിള്ളേർ, ഇഷ്ടം പോലെ ട്യൂഷൻ പിള്ളേരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകനോടായി കഴിഞ്ഞ് ഈ ജീവിത ചെലവിന് ഭയങ്കര കഷ്ടത ഉണ്ടായി. ഇപ്പം ജീവിക്കുന്നത് ഇവരുടെ 3 പേരുടെയും പിന്നെ ക്ഷേമപ്പെൻഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് ഈ ജോലി ചെയ്യും. ഇപ്പം ട്യൂഷൻ പിള്ളേരില്ലാത്തതുകൊണ്ട് വലിയ കഷ്ടതയാണ്. അന്നത്തെ കാലത്തൊരു ജോലിക്കൊന്നും ശ്രമിച്ചില്ല? ജോലിക്ക് ശ്രമിച്ച് അന്ന് ആദ്യമേ തന്നെ PSCയുടെ പരീക്ഷ എഴുതി. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പം അതുകൊണ്ട് പരീക്ഷ എഴുതുന്ന പരീക്ഷകളെല്ലാം അങ്ങ് ജയിക്കുക. ആ സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഒരു മാസം ആയപ്പോഴത്തെ എനിക്ക് സുൽത്താൻ ബത്തേരി ജോലി കിട്ടിയതാണ് അന്നത്തെ കാലത്ത്. അതെ, സെക്രട്ടറി പോസ്റ്റിലേക്ക്. അത് പോകാൻ പറ്റിയില്ല. കൊണ്ടുപോകാനും ആരുമില്ല. എൻ്റെ ജീവിതാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് വേറൊരാളുടെ കൂടെ പോകാനും പറ്റത്തില്ല. അപ്പം അത്രയും ഒരു വിദ്യാഭ്യാസം, ജോലി സാധ്യതയും കിട്ടിയൊരു ചേച്ചിയാണ്. പിന്നെ കുറെ ഇടത്തൊക്കെ കിട്ടി. എൻ്റെ മകൻ 5 വയസ്സ് വരെ നടക്കാത്തോണ്ട് ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാതായി പോയി. ജീവിതത്തിന് മറ്റൊരു പ്രാരാബ്ദത്തിന്റെ നേർമുഖമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീടില്ല. പിന്നെ 58 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ചോർന്നൊലിക്കുന്ന വീടാണ്. പണ്ട് സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ, മഴ പെയ്താൽ ചോരുന്ന വീട്. ആ ചോർന്നൊലിക്കുന്ന സഹായിക്കാനേ ഉള്ളവരെല്ലാം മരിച്ചുപോയി. പിന്നെ പഞ്ചായത്തിലെ ഇങ്ങനെ വീടിന് അപേക്ഷ അഗതി ആശ്രയ പദ്ധതിയിലെ ഗുണഭോക്താവാ എൻ്റെ സഹോദരനാ. പക്ഷെ അതിന് ഒരു വീട് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ ആ വീട് പൂർത്തീകരിച്ച് തന്നതുമില്ല. ആ സമയത്ത് ഞാൻ 2004 മുതൽ 2015 വരെ തഴക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ചെയർപേഴ്സണായിരുന്നു. ആ സമയത്തും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പൊതുവായിട്ടുള്ള അറിവുകളൊക്കെ നല്ല രീതിയിൽ എനിക്ക് കിട്ടി, ഒരു സോഷ്യൽ വർക്കറായിട്ട്. അങ്ങനെ ലോകകാര്യങ്ങളും എല്ലാം കിട്ടി. അങ്ങനെ ആ ഒരു അറിവും ട്യൂഷൻ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വൈകിട്ട് വന്നാണ് എൻ്റെ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം നമ്മൾ ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ബാക്കി ആരുടെയും കൈ നീട്ടണ്ടായല്ലോ. ഇത്രയൊക്കെ എനിക്കിത് കരകൗശല സാധനമായിട്ട് ഉണ്ടാക്കി എനിക്കും എൻ്റെ മകനും പിന്നെ കൊണ്ടുപോയി വിൽപ്പന ചെയ്യാന്ന്. മകൻ +2 വരെ പഠിച്ച് പാസ്സായതാണ്. അവനും ഒരു ജോലിയായില്ല. അതുകൊണ്ട് വലിയ ഒരു മാനസികമായിട്ടുള്ള വിഷമമാണ്. എങ്കിലും ആ വിഷമങ്ങളെല്ലാം മാറ്റി ഈ ഒരു കൊലത്തൊഴിൽ ചെയ്യുമ്പോഴെനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ചേച്ചിയുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഏതെങ്കിലും അധികാരികൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് വീട് കണ്ട നിങ്ങൾ അതിനുള്ളൊരു നടപടി ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരുങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. 95-97 കാലഘട്ടത്തിൽ MA എന്തായിരുന്നു ചേച്ചി? MA എക്കണോമിക്സ് പഠിച്ചൊരു ചേച്ചിയാണ് സുശീല എന്ന് പറയുന്ന ചേച്ചി. ഇപ്പോൾ നമ്മൾ കാണുന്നത്
പുള്ളിക്കാരിക്ക് മറ്റൊരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിട്ടിയ ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഇപ്പോൾ ഇവിടെ ഒരു ഒട്ടൽക്കാട്, ഈ ഒട്ടൽ വെട്ടിയിട്ട് ഉപജീവനമാർഗ്ഗം എന്ന് കൊട്ടയും വട്ടിയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് തൻ്റെ പാരമ്പര്യ തൊഴിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നതാണ് സുശീല ചേച്ചി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വാർത്തയിലൂടെ കാണിക്കുന്ന സുശീല ചേച്ചിയുടെ ജീവിതാനുഭവങ്ങളാണല്ലേ. ചേച്ചിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു, ഭിന്നശേഷിക്കാരനായ മകൻ ഒരു വീടുണ്ടായിട്ട് അതൊന്നും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മുടെ ഈ വാർത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറൂടെ നമ്മൾ ഇതിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും.